അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മഴവില്ല്. എങ്ങനെയാണ്? മഴവില്ല്. മഴവില്ലിന് കുറച്ച് ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് അല്ലെ, എങ്ങനെയാണ് മഴവില്ല് ഉണ്ടാവുന്നത് എന്നൊക്കെ. വെള്ളത്തുള്ളികളിൽ എന്താണ്, സൂര്യപ്രകാശം തട്ടിയിട്ടാണ് മഴവില്ലുണ്ടാകുന്നത്. അപവർത്തനവും വിസരണവും പ്രതിപതനവും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഫിസിക്സ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ അതൊക്കെ പഠിക്കൂട്ടോ. വെള്ളത്തുള്ളിയിൽ തട്ടിയിട്ടാണ് എന്ത് മഴവില്ല് നമുക്ക് രൂപപ്പെടുന്നതായിട്ട് തോന്നുന്നതൊക്കെ. അപ്പൊ ശാസ്ത്ര പഠനം ഇതൊക്കെ ശരിക്കും എന്താണ്, ഒരു ശാസ്ത്ര പഠനം. നമുക്ക് ആദ്യം അറിയായിരുന്നോ മഴത്തുള്ളിയിൽ തട്ടിയിട്ടാണ്, സൂര്യപ്രകാശം മഴത്തുള്ളി തട്ടിയിട്ടാണ് നമുക്ക് മഴവില്ലായിട്ട് തോന്നുന്നത് എന്നുള്ളത്? ഇല്ലല്ലേ, നമുക്ക് അറിയില്ലായിരുന്നു അല്ലെ. ശരിക്കും സൂര്യന് എവിടെയാണ് ഉള്ളത്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് മഴവില്ല് ഉണ്ടാവുക. ഇതൊക്കെ ശരിക്കും വളരെ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ എന്താ പറയാ, നല്ല രസത്തോടെ. എന്താ വിസരണം എന്ന് പറഞ്ഞാല്, വിസരണം എന്ന് പറയുന്നത് അത് അതിമ തട്ടിയിട്ട് ഈ പ്രകാശം എന്ത് ചെയ്യാണ്, വിഭജിക്കുകയാണ്. ഇതിനാണ് വിസരണം എന്ന് പറയാ. ഏഴായിട്ടാണ് അല്ലെ, വിബ്ജിയോർ എന്ന രീതിയിൽ ഏഴായിട്ടാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഓരോന്ന്. ഇപ്പൊ നമ്മൾ വെള്ളത്തിൽ ഒരു സ്കെയിൽ ഇടാണ്, ആ സ്കെയിൽ വളഞ്ഞതായിട്ട് തോന്നാറില്ലേ? അതുപോലെ തന്നെ ഒരു വെള്ളത്തിൽ നാണയം ഇടുമ്പോൾ ആ നാണയം പൊന്തി നിൽക്കുന്നതായിട്ട് തോന്നാറില്ലേ? ഇതൊക്കെ അപവർത്തനാണ്. മരീചിക തോന്നാറില്ലേ? അതായത് നല്ല വെയിലുള്ള റോട്ടിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ വെള്ളമുണ്ട് തോന്നാറില്ലേ? ഇതൊക്കെ നമ്മുടെ കണ്ണിന്റെ മിഥ്യകളാണ്. ഇതിനാണ് അപവർത്തനം എന്ന് പറയാ. ഇതൊക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് PSC. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഇത് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കൂട്ടോ. അപ്പൊ ഇതൊക്കെ ഒരു ശാസ്ത്ര പഠനമാണ്. അപ്പൊ കണക്ട് ചെയ്യാനാണ് ഇതൊക്കെ പറയുന്നത്. ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മഴവില്ല്. ഏതാണ്? മഴവില്ല്. എന്നാൽ മാറിപ്പോവരുത്, ട്രാൻസ്ജെൻഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ട് കേട്ടോ. അപ്പൊ മാറിപ്പോവരുത്. 2023-24 കാലഘട്ടത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഏത് ഗ്രാമപഞ്ചായത്താണ്? 2023-24 കാലഘട്ടത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഏത് ഗ്രാമപഞ്ചായത്താണ്? അതിന്റെ മുൻപായിട്ട് എന്താണ് സ്വരാജ് ട്രോഫി? എന്താണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്? സ്വരാജ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഗാന്ധിജി പറഞ്ഞൊരു വാക്കാണ് ഗ്രാമ സ്വരാജ്. എന്ത് പറഞ്ഞിട്ടുള്ളത്? ഗ്രാമ സ്വരാജ്. 4 കോടി ജനങ്ങളുള്ള ഈ ഗ്രാമത്തില് അവര് സ്വതന്ത്രമായിട്ടും ആരുടെയും അടിമകളല്ലാതെ സ്വയം പര്യാപ്തരായിട്ട് ജീവിക്കുന്നത് കാണാനാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ്. അതോടൊപ്പം തന്നെ ഈ പുല വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ താഴ്ന്ന ജാതിക്കാർക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു നമ്മുടെ അയ്യങ്കാളി അല്ലെ. വില്ലുവണ്ടിയിൽ വരുന്ന അയ്യങ്കാളി നിങ്ങൾക്ക് അറിയാലോ. ഈ അയ്യങ്കാളിയൊക്കെ ഈ പുലയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അതുകൊണ്ട് വളരെയധികം പ്രയത്നിച്ചു. പഞ്ചമി എന്ന കുട്ടീനെ എന്ത് ചെയ്യാണ്, അന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോവാണ്. അത് മുൻ ജാതിക്കാരൊക്കെ അല്ലേ എന്ത് ചെയ്യുള്ളൂ, വിദ്യാഭ്യാസം കൊടുക്കുള്ളൂ. ഈ കുട്ടീനെ കൊണ്ടുപോയി ചേർത്തിയ സമയത്ത് അവിടെ സ്കൂൾ അടച്ചു പൂട്ടുകയാണ്. അപ്പൊ അന്ന് അയ്യങ്കാളി പറഞ്ഞ വാക്കുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കാണായ പാടങ്ങളിലൊക്കെ ആ മുട്ടിപ്പുല്ല് വിളയും എന്നുള്ളത്. അതായത് ഞങ്ങൾ പണിയെടുക്കൂല, ഞങ്ങൾ നെല്ലുണ്ടാക്കിയാലല്ലേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെയൊക്കെ പുല്ല് കളകൾ ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് അയ്യങ്കാളി. അത്രയും ശൗര്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു അയ്യങ്കാളി. അപ്പൊ ഇവരുടെ പേരിലാണ് ഏത് ട്രോഫി നൽകുന്നത്? സ്വരാജ് ട്രോഫി നൽകുന്നത്. സ്വരാജ് ട്രോഫി ആർക്കൊക്കെ എവിടെ കൊടുക്കണത്, എന്തിനാ കൊടുക്കണത് എന്നൊക്കെ അറിയണ്ടേ? ജില്ലാ പഞ്ചായത്ത്, അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്, ഇവർ നല്ല പ്രവർത്തനത്തിനാണ് ഈ സ്വരാജ് ട്രോഫി നൽകുന്നത്. പിന്നെ ഗാന്ധിജിന്റെ പേരിൽ പ്രത്യേകം വേറെ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും. ഗാന്ധിജി കൂടുതലും പറഞ്ഞത് ആർക്കാണ്? ഗ്രാമ സ്വരാജിന് വേണ്ടി. ഗ്രാമങ്ങൾ സ്വതന്ത്രരാവണം, ഗ്രാമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതൽ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞിട്ടുള്ള ആർക്ക് വേണ്ടിയിട്ടാണ്? ഗ്രാമങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി മറക്കരുത്, സ്വരാജ് ട്രോഫി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ഭാഗത്ത് ഗ്രാമപഞ്ചായത്തുകള്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് സ്വരാജ് ട്രോഫി എന്ന് പറയപ്പെടുന്നത്. ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ സ്വരാജ് ട്രോഫി ലഭിച്ചത് ആർക്കൊക്കെ നമുക്ക് നോക്കിയാലോ? 2023-24 ലഭിച്ചതാണ് കേട്ടോ. ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 14 ജില്ലകളല്ലേ ഉള്ളത്. ഈ ഓരോ ജില്ലക്കും ജില്ലാ പഞ്ചായത്ത് ഉണ്ട്. കാസർഗോഡിന് ഒരു ജില്ലാ പഞ്ചായത്ത്, മലപ്പുറത്തിന് ഒരു ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ ഓരോന്നിനും ജില്ലാ പഞ്ചായത്തിന്. അപ്പൊ എത്ര ജില്ലാ പഞ്ചായത്ത് ഉണ്ടാവും? 14 ജില്ലാ പഞ്ചായത്ത് അല്ലെ. അപ്പോ ഈ ജില്ലാ പഞ്ചായത്തിൽ ആദ്യം ലഭിച്ചത് കൊല്ലത്തിന്, 2ാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ്. അത് നമുക്ക് എന്തായാലും കിട്ടും. ഇനി അടുത്തതിലേക്ക് പോകാട്ടോ. അടുത്തതാണ് ബ്ലോക്ക് പഞ്ചായത്ത്. എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത്? ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, കൊട്ടാരക്കര, നീലേശ്വരം. പെരുമ്പടപ്പ്, കൊട്ടാരക്കര, നീലേശ്വരം. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മളൊരു പെരുമ്പടപ്പ് എന്നുള്ളൊരു പെരുമ്പാമ്പിനെ കണ്ടു.
പെരുമ്പാവൂരൊക്കെ നമ്മൾ ഇങ്ങോട്ട് ബ്ലോക്ക് ആവും അല്ലെ. പിന്നെ നമ്മൾ തുടങ്ങും കരയാൻ തുടങ്ങും. അതായത് കൊട്ടാരക്കര, എന്താണ് കരയാൻ തുടങ്ങും, കൊട്ടാരക്കര. പിന്നെ എന്ത് ചെയ്യും, ഈശ്വരാ എന്നെ രക്ഷിക്കണേ അല്ലേ, നീലേശ്വരം. എന്താണ് നീലേശ്വരം. ബ്ലോക്ക് പഞ്ചായത്തില് പെരുമ്പടപ്പ്, കൊട്ടാരക്കര, നീലേശ്വരം. ഓക്കെ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതാണ് മുനിസിപ്പാലിറ്റി. ഏതാണ് മുനിസിപ്പാലിറ്റി? ഗുരുവായൂര്, വടക്കാഞ്ചേരി, ആന്തൂര്. ഗുരുവായൂര് രണ്ടാം സ്ഥാനം, വടക്കാഞ്ചേരി മൂന്നാം സ്ഥാനം, ആന്തൂര്. അപ്പൊ ആദ്യ സ്ഥാനം ആർക്കാണ്? ഗുരുവായൂരിനാണ്. മുനിമാരെ നമ്മൾ ഗുരു എന്ന് പറയാറുണ്ടല്ലോ. മുനിസിപ്പാലിറ്റി മുനിമാരെ നമ്മൾ എന്ന് പറയാണ്ട് ഗുരു എന്ന് പറയാറുണ്ട്. അതോടെ തന്നെ ഗുരു എന്ത് ചെയ്തു? ചേരിയിലേക്ക് പോയി. അതായത് വടക്കാഞ്ചേരി. എന്താണ് വടക്കാഞ്ചേരി, ചേരിയിലേക്ക് പോയിട്ട് ആന്തൂര്യം പൂ പറിച്ചു. എന്താണ് ആന്തൂര്യം പൂ പറിച്ചു. ആന്തൂറ്. എന്താണ് ആന്തൂര്യം പൂ പറിച്ചു. അടുത്തതാണ് ഗ്രാമപഞ്ചായത്ത്. എന്താണ് ഗ്രാമപഞ്ചായത്ത്? വെളിയന്നൂര്, പുഴമലക്കൽ, മറ്റത്തൂര്. ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം ലഭിച്ചത് വെളിയന്നൂര്, രണ്ടാം സ്ഥാനം പുഴമലക്കൽ, മൂന്നാം സ്ഥാനം മറ്റത്തൂര്. ഗ്രാമത്തിന്റെ വെളിയിൽ നിന്നും, നമ്മുടെ ഗ്രാമത്തിന്റെ വെളിയിൽ നിന്നും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മലയും പുഴയൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തേതാ? വെളിയന്നൂര്. അപ്പൊ വെളിയിൽ നിന്നും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പുഴയും മലയും കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ പുഴ മലയ്ക്കൽ. എന്താണ് പുഴ മലയ്ക്കൽ രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം മറ്റത്തൂര്. പുഴയിലേക്കൊക്കെ പോകുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടല്ലേ പോവാറുള്ളത്? മറ്റത്തൂര്. പുഴയിലേക്ക് പോകുമ്പോൾ അവര് ഇട്ട ഡ്രസ്സാണോ? അല്ല, പുഴയിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഡ്രസ്സാണ് അവർ എന്ത് ചെയ്യാൻ മാറ്റിയിട്ട് പോവാറുള്ളത്. അപ്പൊ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം സ്ഥാനം ആർക്കാണ്? വെളിയന്നൂര്, രണ്ടാം സ്ഥാനം പുഴമലക്കൽ, മൂന്നാം സ്ഥാനം മറ്റത്തൂര്. ഓക്കെ, ഇനി നമുക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നോക്കാം. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അല്ല, നമ്മൾ ആദ്യം മുനിസിപ്പാലിറ്റി പറഞ്ഞു ഗുരുവായൂർ, അതല്ല കോർപ്പറേഷൻ അല്ലെ. കോർപ്പറേഷൻ തിരുവനന്തപുരത്തിനാണ് സ്വരാജ് ട്രോഫി ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഗാന്ധിജി, അതായത് മഹാത്മാ പുരസ്കാരം ഉണ്ട്. സ്വരാജ് ട്രോഫിയുടെ കീഴിൽ തന്നെ എന്ത് പുരസ്കാരം ഉണ്ട്? മഹാത്മാ പുരസ്കാരം ഉണ്ട്. അത് ബ്ലോക്ക് പഞ്ചായത്തില് പെരുങ്കടവിള, നീലേശ്വരം, അട്ടപ്പാടി. എന്താണ് പെരുങ്കടവിള, നീലേശ്വരം, അട്ടപ്പാടി. പെരുങ്കടവിള ഇപ്പൊ ഗാന്ധിജി 1937 ലാസ്റ്റ് നമ്മുടെ കേരളത്തിലേക്ക് വന്നത്. അപ്പോ ആ സമയത്ത് രാത്രിയായിരുന്നു കേട്ടോ. അപ്പൊ പെരുങ്കിട വിളക്കാണല്ലോ ആദ്യം, അതായത് ഗാന്ധിജിന്റെ പേരിൽ സ്വരാജ് ട്രോഫി ലഭിച്ചതാണ് അയാൾക്ക് ബ്ലോക്ക് പഞ്ചായത്തില്. ഒന്നാം സ്ഥാനം ആർക്കാണ്? പെരുങ്കിട വിള. അപ്പൊ വിളക്കൊക്കെ, അന്നത്തെ കാലത്ത് കറണ്ട് ഒന്നുമില്ലല്ലോ, അപ്പൊ വിളക്കൊക്കെ തെളിച്ചിട്ടാണ് ആൾക്കാർ ഗാന്ധിജിയെ വരവേൽക്കാൻ പോയത്. ആ വിളക്ക് ഏത് നിറത്തിലുള്ളതായിരുന്നു? നീല നിറത്തിലുള്ളതാണ്. അപ്പൊ രണ്ടാം സ്ഥാനം നീലേശ്വരം. മൂന്നാം സ്ഥാനം അട്ടപ്പാടി. ഗാന്ധിജിയെ വരവേറ്റ് കൊണ്ടുവരുമ്പോ പാട്ടൊക്കെ പാടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെ? പാട്ടൊക്കെ പാടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യ സ്ഥാനം ആർക്കാണ്? പെരുങ്കടവിള, അതായത് വിളക്ക് കൊണ്ടുവന്നു. രണ്ടാം സ്ഥാനം നീലേശ്വരം, നീല വിളക്കായിരുന്നു. മൂന്നാം സ്ഥാനം അട്ടപ്പാടി, പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഗാന്ധിജി അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഗാന്ധിജി വന്ന സമയത്ത് എന്താണ്? വളരെ ബ്ലോക്ക് ആയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്താണ് കേട്ടോ. പിന്നീട് ഗ്രാമത്തിലേക്ക് പോയി. എവിടേക്ക് പോയി? ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമപഞ്ചായത്ത് ഒറ്റശേഖരമംഗലം. എങ്ങനെയാണ്? ഒറ്റശേഖരമംഗലം. എങ്ങനെയാണ്? ഒറ്റക്കാണ് ഗാന്ധിജി പോയത്. ഗ്രാമത്തിലേക്ക് എങ്ങനെ പോയത്? ഒറ്റക്കാണ് പോയത്. പിന്നെ മുട്ടാറ്, അതായത് ഒരു മുട്ടും ഒന്നും ഇല്ലാതെ, ആരുടെ ഒരു ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ ഗ്രാമത്തിലേക്ക് എന്ത് ചെയ്യാണ്? ഗാന്ധിജി ഒറ്റക്കാണ് പോയത്. ഏതിലൂടെ? കള്ളിക്കാട്ടിലൂടെ, കാട്ടിലൂടെ. എങ്ങനെ പോയത്? കള്ളിക്കാട്ടിലൂടെ. എങ്ങനെ? കാട്ടിലൂടെയാണ് പോയത്. അപ്പോ ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ഒറ്റശേഖരമംഗലം, രണ്ടാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് മുട്ടാറ്, മൂന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് കള്ളിക്കാട്. എങ്ങനെ പോയത്? ഒറ്റക്കാണ് പോയത്. എങ്ങനെയാണ്? ഒരു മുട്ടോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെയാണ് പോയത്. ഏതിലൂടെ? കാട്ടിലൂടെ. ഏതിലൂടെ പോയത്? കാട്ടിലൂടെ. അപ്പൊ നമ്മുടെ 2023-24 സ്വരാജ് ട്രോഫി ലഭിച്ച പഞ്ചായത്തുകളെയും ഗ്രാമപഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്വരാജ് ട്രോഫി എന്നുള്ളതും വിശദമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ താങ്ക് യു. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ.